വലിയ നേതൃത്വങ്ങളിലൊന്നും കാണുന്നില്ല. എന്താണ് അതിൻ്റെ ഒരു കാരണം? ഞാനും ആ കാരണം അന്വേഷിച്ച് നടക്കുകയാണ്. അതായത് മറ്റുള്ളവർ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ ഒരു ചാൻസ് ഇവർക്ക് കൊടുക്കാറില്ല, ഇതാണ് എന്ന് പറയും. അതിപ്പോഴും ദൗർഭാഗ്യകരമായി നിലനിൽക്കുന്നു. ഈ ഒരുമിച്ച് പ്രവർത്തിച്ചവർ തന്നെ താങ്കളുടെ പേര് പറയാതിരിക്കുന്നു. കെ കരുണാകരനെ പോലുള്ളൊരു നേതാവില്ല, അതാണ് യാഥാർത്ഥ്യം. കരുണാകരൻ ഇല്ലാത്തത് കൊണ്ട് താങ്കളെ അംഗീകരിക്കാതിരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. കെ കരുണാകരനെ കോൺഗ്രസിൻ്റെ അന്നത്തെ ഒരു നേതൃത്വം പുകച്ച് പുറത്തിയടിക്കുകയായിരുന്നു. അഖിലേന്ത്യാ നേതൃത്വം തന്നെ, ഒരു സംശയമുണ്ട്. ഈ പിന്നോക്ക ദളിത് വിഭാഗത്തിലുള്ളവരെ പരിഗണിക്കുന്നത് സെക്കൻഡ് ജനറേഷൻ, രണ്ടാം പൗരന്മാരായിട്ടാണല്ലോ. അങ്ങനെ എന്തിനാണ് ദളിതിന് മാത്രം ഒരു കോൺഗ്രസ്? ഞാൻ അതിനെതിരാണെന്നും. 2 മന്ത്രിസഭയിലുണ്ടായ 2 മുഖ്യമന്ത്രിമാരെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കെ കരുണാകരൻ അല്പം കൂടി പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയൊരു മാനം നൽകിയ ആളാണ്. എ കെ ആന്റണിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു അധികാരത്തിൻ്റെ ആളല്ല. ഏറ്റവും ഗംഭീരനായ KPCC പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു കെ മുരളീധരൻ. സാധാരണ പ്രവർത്തകർ എപ്പോഴും ലീഡറോടൊപ്പം ആണ്, അന്നും ഇന്നും. അതൊരു ഒരു ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെയും പൊതുജനങ്ങളുടെയും മുമ്പിൽ ഒരു വലിയ ക്രൗഡ് പുള്ളറായി നിൽക്കുന്ന നേതാവ് ആണ് മുരളീധരൻ. എന്താണ് ഈ സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ചത്? VS സുധീരൻ KPCC പ്രസിഡന്റ് ആയത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ പഠിക്കൽ കൊണ്ടിട്ട് കലമടയ്ക്കുന്നത് പോലെ കെ ബാബുവിനെതിരെ ഉണ്ടായ ഈ ബാർക്കോഴ വിവാദത്തിൽ എന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? കഴമ്പില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ശ്രീ ബാബു ആദ്യം തോറ്റെങ്കിലും രണ്ടാമത് അദ്ദേഹം വിജയിച്ച് MLA ആയിട്ട് വന്നത്. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായ ചെറിയൊരു കൈബന്ധമാണോ, അല്ലെങ്കിൽ ആലോചിക്കാതെ എടുത്ത തീരുമാനമായിരുന്നു? അപ്പോൾ അദ്ദേഹത്തെ ഈ മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് 2-3 തവണ ആലോചിക്കണമായിരുന്നു. പിന്നെ അത് രമേശ് ചെന്നിത്തലയുടെ തലയിലോട്ട് വെക്കുന്നത് ശരിയല്ല. ഗവൺമെൻറ്റാണ് ആ തീരുമാനമെടുത്തത്. ഇപ്പോൾ പിന്നീട് തിരുവഞ്ചൂർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന്. തീർച്ചയായും ആ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ല, അപ്പോൾ അദ്ദേഹം മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല എന്നല്ല അർത്ഥം. യഥാർത്ഥത്തിൽ പിന്നീട് മുഖ്യമന്ത്രിയാവും എന്ന് തിരുവഞ്ചൂർ കരുതിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ അധികാരത്തിൻ്റെ ദണ്ട് കയ്യിലുള്ളപ്പോൾ എന്തും ചെയ്യാമല്ലോ. ആരാണ് യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചന ഇത് ഉണ്ടാക്കിയത്? ഒരിക്കലും പുറത്തുള്ള ഒരാൾക്ക്, അതും കോൺഗ്രസിന് പുറത്തുള്ള ഒരാൾക്ക് ഈ ഗൂഢാലോചന നടത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. പേരല്ല പ്രസക്തി, കൺസെന്റ് മന്ത്രിക്കാണ്. കോൺഗ്രസിന് ദീർഘകാലം ഭരണമില്ലാതെ പിടിച്ചേക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ വ്യക്തികൾക്ക് പലർക്കും പിടിച്ചേക്കാൻ കഴിയില്ലെങ്കിലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കില്ലെന്നാണ്. 2 പേരും പ്രതിപക്ഷ നേതാവാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനം കാണുന്നുണ്ട്. അത് കോൺഗ്രസിന് ഗുണകരമാണ്. കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ദൗർഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവരും നേതാക്കന്മാരാണ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുമോ? ഞാൻ അയോഗ്യനല്ല. അതെ, അതാണ് എൻ്റെ യോഗ്യത. സത്യം പറഞ്ഞ പൈസ ഇല്ലാത്തവരൊന്നും വരണ്ട എന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്ര നേതൃത്വം എടുത്തത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷേത്രങ്ങളല്ല തുറക്കേണ്ടത്, ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മനസ്സാണ്. മുൻ മന്ത്രിയും കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവുമായ പന്തളം സുധാകരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, കവിയും സിനിമാ പ്രവർത്തകനും സാഹിത്യകാരനും ഒക്കെയാണ്. നമസ്കാരം സർ. ആദ്യമായി ഞാൻ ചോദിക്കുന്നത്, സർ KSCയിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി, അതിനുശേഷം MLA ആയി, പിന്നീട് 2 തവണ മന്ത്രിയൊക്കെ ആളാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കോൺഗ്രസിൽ വലിയ നേതൃത്വങ്ങളിലൊന്നും കാണുന്നില്ല. എന്താണ് അതിൻ്റെ ഒരു കാരണം? ഞാനും ആ കാരണം അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിലെ പന്തളത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞ് എലക്റ്റഡ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. പിന്നീട് KSCയുടെ സംസ്ഥാന നേതൃനിരയിലേക്ക് വന്നു ശ്രീ G കാർത്തികേയനോടൊപ്പം. അതുപോലെ രമേശ് ചെന്നിത്തല, ഞങ്ങൾ ഒരുമിച്ച് ഭാരവാഹികളായിരുന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൽ വന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ഞാൻ 3 വർഷം പ്രവർത്തിച്ച ആളാണ്. പിന്നെ KPCC ജനറൽ സെക്രട്ടറിയായി. ഇതിന് ഇടയ്ക്കാണ് 1982 നിയമസഭാംഗമായി വണ്ടൂരിൽ നിന്ന് നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടാൻ ഒരു ഭാഗ്യമുണ്ടായത്. അതിനുള്ള മുഖ്യമായ ഒരു കാരണം ശ്രീ കെ കരുണാകരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ എന്ന് നമ്മളെല്ലാവരും ഭംഗിനേരണം പറയാമെങ്കിൽ അതിനപ്പുറം ഒരു 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 പിതൃതുല്യമായ സ്നേഹമാണ്, ആദരവും ബഹുമാനമാണ് എനിക്ക് അദ്ദേഹത്തോടുള്ളത്. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം കടന്നുപോയതിന് ശേഷമാണ് സത്യസന്ധമായി രാജേഷ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് പിന്നീട് വലിയ എഴുന്നേറ്റവൻ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കെ കരുണാകരൻ്റെ ത്രിമൂർത്തികൾ എന്നാണ് അന്ന് മാധ്യമങ്ങൾ ഞങ്ങളെ വിശേഷിപ്പിക്കുന്നത്. 1 ശ്രീ G കാർത്തികേയൻ, 2 രമേശ് ചെന്നിത്തല, 3 ഞാൻ.
അപ്പോൾ ആ ത്രിമൂർത്തികളിൽപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി, അന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയാണ് പ്രസിഡൻ്റായി എന്നെ യുനാനിമസ് എന്ന് ഞാൻ പറയുന്നത് ഇപ്പം ചിന്തിക്കാനേ പറ്റില്ല ഇപ്പോഴത്തെ ഒരു നേതൃത്വത്തിന്. അന്ന് KPCC പ്രസിഡന്റ് ശ്രീ AK ആൻ്റണി അദ്ദേഹമാണ്. അദ്ദേഹം എന്നും എൻ്റെ റോൾ മോഡലാണ്. ശ്രീ AK ആൻ്റണിയും ശ്രീ K കരുണാകരനും ഒരുമിച്ച് ഒരു പേര് സജസ്റ്റ് ചെയ്ത് കാർത്തികൻ ഞങ്ങളുടെ ആണ് എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പ്രസിഡൻ്റായി ശേഷം സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഡൽഹിയിൽ രാജീവ്ജിയെ കാണാൻ പോയി. അവിടെ വളരെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. വളരെ സ്വാതന്ത്ര്യം കേരളത്തിലല്ല ദേശീയ തലത്തിൽ യുവാക്കൾ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു നേതാവ് മറ്റൊന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. രാജീവ്ജിയുടെ സെക്രട്ടറി വിൻസെൻ്റ് എന്ന് പറഞ്ഞ എൻ്റെ സഹപാഠിയാണ്, നാട്ടുകാരനാണ്. അപ്പോൾ ആ ഒരു സൗകര്യം കൂടെ. പിന്നെ എപ്പോൾ വേണമെങ്കിലും അവിടെ കയറാനുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അവരുടെ അവകാശം പോലെയാണ്. അത് അദ്ദേഹം അംഗീകരിച്ചത്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ രമേശ് പറഞ്ഞു, പന്തളം ഇങ്ങനെ നന്ദി പറയാൻ വന്നതാണ് യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയതിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്തത് രമേശിൻ്റെ ഇതിൽ പറഞ്ഞു, രാജീവ്ജി പന്തളം ഈസ് ദി ഫസ്റ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ് ഫ്രം ദളിത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു. രാജീവ്ജി പറഞ്ഞ ഒരു വാക്ക്, അതിന് യു പീപ്പിൾ നെവർ ഗീവ് എ ചാൻസ് ടു ദിസ് പീപ്പിൾ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിന് ഈ പറഞ്ഞ ഇത് പറയുമ്പോൾ ഒരു സാക്ഷിയും കൂടെ ഉണ്ട്, വിൻസെൻറ്റും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവർ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പം ഞാൻ നുണ പറയല്ല. രാജീവ് ഗാന്ധി പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് മറ്റുള്ളവർ അല്ല നിങ്ങളെപ്പോലുള്ളവർ എന്ന് വെച്ചാൽ അത് രമേശിനെ ചൂണ്ടിട്ടോ, നിങ്ങളെപ്പോലുള്ളവർ, രമേശ് എന്നല്ല ഉദ്ദേശിച്ചല്ല, ഒരു ചാൻസ് ഇവർക്ക് കൊടുക്കാറില്ല ഇതാണ് എന്ന് പറഞ്ഞു. അതിപ്പോഴും ദൗർഭാഗ്യകരമായി നിലനിൽക്കുന്നു. പിന്നീട് KPCC ജനറൽ സെക്രട്ടറി ഇടയ്ക്ക് മന്ത്രിയായി, തെറ്റില്ലാതെ എക്സൈസ് പോലെയുള്ള വിവാദം എപ്പോഴും ഉണ്ടാകാവുന്ന വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തു. ശ്രീ K കരുണാകരനോടൊപ്പം AK ആൻ്റണിയോടൊപ്പം മന്ത്രിമാരൊക്കെ ഇരിക്കാൻ കഴിഞ്ഞു. നിയമസഭയിൽ തെറ്റില്ലാത്തൊരു മെമ്പറായി ഖ്യാതി എനിക്ക് ഉണ്ടായി. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ രാജീവ് ഗാന്ധി പറഞ്ഞ പ്രശ്നമാണ് ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയ ഒരു നേതാവാണ് താങ്കൾ. അതേസമയം കോൺഗ്രസ് പുനഃസംഘടന പലപ്പോഴും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ തങ്ങളുടെ പേര് ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിൽ പോലും നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നില്ല. അത് ഈ ഒരുമിച്ച് പ്രവർത്തിച്ചവർ തന്നെ താങ്കളുടെ പേര് പറയാതിരിക്കുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണ്? ഒന്ന്, ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാറില്ലായിരുന്നു. അത് എൻ്റെ ഒരു കുഴപ്പമാണ്. ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാറില്ല. പിന്നെ ഞാൻ ആരോടും എൻ്റേതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. മൂന്നാമതായി K കരുണാകരനെ പോലുള്ളൊരു നേതാവില്ല. അതാണ് യാഥാർത്ഥ്യം. അല്ല, K കരുണാകരൻ പിന്നീട് DEC രൂപീകരിക്കുന്നു, അതിനുശേഷം പിന്നെ NCPയിലേക്ക് പോകുന്നു. അങ്ങനെ കുറേ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴൊക്കെ താങ്കൾ ഈ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. തീർച്ചയായും വളരെ ഇഷ്ടമുള്ള നേതാവായിരുന്നു. പരസ്പരം വലിയ സ്നേഹത്തോട് കഴിഞ്ഞാണെങ്കിൽ പോലും അത്തരത്തിലൊരു സ്പ്ലിറ്റ് ഉണ്ടായപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന ആളാണ്. അപ്പോൾ പിന്നെ കരുണാകരൻ ഇല്ലാത്തത് കൊണ്ട് തങ്ങളെ അംഗീകരിക്കാതിരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അത് എനിക്കിപ്പോഴും അതിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ പേരിൽ അഴിമതി ആരോപണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ പേരിൽ പീഡന കേസുകൾ വന്നിട്ടില്ല. എൻ്റെ പേരിൽ മറ്റ് ആരോപണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിലെനിക്ക് അഭിമാനമുണ്ട്. അതെൻ്റെ സഹപ്രവർത്തകരോട് എന്നോട് കാണിച്ച സ്നേഹവായ്പ കൊണ്ടായിരിക്കും. പക്ഷേ ഈ പിന്നെ പല പുനഃസംഘടനയിൽ പല സന്ദർഭങ്ങളിലും ഞാൻ സ്വയം മാറി നിന്ന ആളാണ്. അതാണ് പലപ്പോഴും സ്വയം മാറി നിന്നിട്ടുള്ള ഒരാളാണ്. അതും ഒരു കാരണമായിരിക്കാം. അല്ല, എന്നാൽ പോലും ഞാൻ കുറച്ചും കൂടി ഇതായി ചോദിക്കാം. ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന പ്രവർത്തകരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാക്കന്മാരെ മുഖ്യധാര പിന്നെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് ഒരു രാജീവ് ഗാന്ധി പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കേരളം പോലെ ഇത്രയും പ്രബുദ്ധരായ രാഷ്ട്രീയം എല്ലാ സിരകളിലോടുന്ന എത്രയോ എല്ലാ ആളുകളുടെയും രാഷ്ട്രീയ സിരകളിലോടുന്ന ഒരു സ്ഥലമാണ് കേരളം. പക്ഷേ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നതാണ് ചോദ്യം. അത് ഈ പിന്നോക്ക ദളിത് വിഭാഗത്തിലുള്ളവരെ പരിഗണിക്കുന്ന സെക്കൻഡ് ജനറേഷൻ രണ്ടാം പൗരന്മാരായിട്ടാണല്ലോ. അപ്പോൾ ആദ്യം ഈ മുമ്പിൽ നിൽക്കുന്നവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. അവർക്ക് തന്നെ കസേര തികയാത്തപ്പോൾ മറ്റുള്ളവർ എന്തിനാണ്? പിന്നെ യഥാർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കർ ഈ ഭരണഘടനയിൽ ഈ നിയോജക മണ്ഡല റിസർവേഷൻ സംവരണം ഏർപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അതും കിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ നാഷണൽ ലെവലിൽ കിട്ടുമായിരുന്നു. കാര്യം ഒട്ടും നമ്മൾ സാക്ഷരരല്ല എന്നും വളരെ മോശമായ സ്ഥലമാണെന്നൊക്കെ ആക്ഷേപിക്കുന്ന
കേരളം വിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരായും PCC പ്രസിഡന്റുമാരായും അതിനേക്കാൾ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഈ വിഭാഗത്തിൽപ്പെട്ടവർ വരാറുണ്ട്. അല്ല, ഇന്ത്യൻ പ്രസിഡന്റ് പോലും വന്നില്ലേ? അതേ ഞാൻ പറഞ്ഞത് വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് വേണ്ട എന്നുള്ള ഇവർക്ക് ആവശ്യം ഇങ്ങനെ അടിമകളെ പോലെ ഓച്ചാനിച്ച് നിൽക്കുന്ന കുറേ മുദ്രാവാക്യം തൊഴിലാളികളെയാണ്. അല്ലെ, കോൺഗ്രസ്സിൽ ദളിത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. യഥാർത്ഥത്തിൽ അത് തെറ്റല്ലേ? അത് അങ്ങനെ എന്തിനാണ് ദളിതിന് മാത്രം ഒരു കോൺഗ്രസ്? ഞാൻ അതിനെതിരാണെന്നും. കാരണം അത് അവരെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്താൻ ചെയ്യുന്ന ഒരു ഏർപ്പാടായിട്ട് എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് ഞാൻ KSUയിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും കടന്നു വന്ന് ആ യുവജന നേതൃനിരയിലേക്ക് വന്നതാണ്. പക്ഷേ ഇതല്ലാതെ ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് ദളിത് കോൺഗ്രസ് അല്ലെങ്കിൽ അതുപോലൊരു പേരിട്ടൊരു കോൺഗ്രസിലേക്ക് വന്നിരുന്നതിൽ ഒരിക്കലും ആർക്കും പൊങ്ങി വരാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് എനിക്കതിനകത്തൊരു യോജിപ്പില്ല. താങ്കൾ 2 തവണ മന്ത്രിയായ ആളാണ്. 2 തവണ മന്ത്രിയായതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു തവണ K കരുണാകരൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. 2ാം തവണ തീർത്തും വ്യത്യസ്തമായ മറ്റൊരു വിഭാഗക്കാരനായ AK ആന്റണി മന്ത്രിസഭയിലായിരുന്നു. എങ്ങനെയാണ് ഈ 2 മന്ത്രിസഭയിലുണ്ടായ 2 മുഖ്യമന്ത്രിമാരെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നേതാക്കന്മാർ എന്നുള്ളതിൽ രണ്ടുപേരും സമാരാധ്യരാണ്, തുല്യരാണ്. കാരണം അവരുടെ വിഷനായാലും മറ്റുള്ളവരോട് കാണിക്കുന്ന സഹാനുഭൂതി, മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യവും അവരുടെ കൗശലവും 2 പേർക്കും തുല്യമാണ്. അതിൽ K കരുണാകരൻ അല്പം കൂടി പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയൊരു മാനം നൽകിയ ആളാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കേരളം കണ്ട ഏറ്റവും നല്ല ചടുലതയോടുകൂടി ഡിസിഷൻ എടുക്കുന്ന ഒരു കപ്പാസിറ്റിയുള്ള ഒരു മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഞാൻ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നത് K കരുണാകരൻ തന്നെയാണ്. AK ആന്റണിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു അധികാരത്തിൻ്റെ ആളല്ല. അധികാരം ഒരു അലങ്കാരമാക്കി ആസ്വദിക്കുന്ന ഒരാളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല AK ആന്റണി. K കരുണാകരനും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നില്ല. കർക്കശമായ നിലപാടെടുക്കുന്ന ആളാണ്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ആ മന്ത്രിക്ക് ഒരു തെറ്റ് പറ്റിയാൽ AK ആന്റണി സഹായിക്കില്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടി അതങ്ങ് അവസാനിപ്പിക്കും. K കരുണാകരൻ അങ്ങനെയല്ല. രക്ഷിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഏത് അറ്റം വരും. അതുകൊണ്ടാണല്ലോ രാജൻ കേസ് വന്നു. അതെ, മറ്റേ രമൺ ശ്രീവാസ്തവയെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ ചാരക്കേസ് വന്ന് സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ തെറിച്ചു പോയി, രാജിവെക്കേണ്ടി വന്നു. ഇന്നന്നൊക്കെ ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റും. പക്ഷേ AK നെ സംബന്ധിച്ച് അതിലൊക്കെ വളരെ കൃത്യനിഷ്ഠയല്ല, അതിലൊക്കെ വളരെ ശ്രദ്ധ ഉള്ള ഒരാളാണ്. പക്ഷേ 2 പേരുടെയും കൂടെ ഒരു മന്ത്രിയായി ഇരിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ എനിക്ക് മഹാഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. 2 പേരുടെ സ്നേഹം എനിക്ക് വളരെയധികം കിട്ടി. താങ്കൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ വലിയ നേതാവായിരിക്കുന്ന സമയത്താണ് K കരുണാകരൻ്റെ മകൻ ഈ പാർട്ടിയിലേക്ക് വരുന്നത്. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഇല്ലാതിരുന്ന K മുരളീധരൻ രാഷ്ട്രീയത്തിലേക്ക് വരികയും അദ്ദേഹത്തിന് വലിയ സ്ഥാനമാനങ്ങൾ നൽകുകയൊക്കെ ചെയ്തു. എങ്ങനെയാണ് ആ സമയത്ത് അതിനെ കണ്ടിരുന്നത്? യഥാർത്ഥത്തിൽ K മുരളീധരൻ മാർവാനീസ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ KSUക്കാരനായിരുന്നു. പക്ഷേ എന്ന് കരുതി അങ്ങനെ മുന്നണി പോരാ. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ അന്ന് ലീഡറെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ രാജൻ കേസൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ അതിൻ്റേതായ ഒരു ഉൾവലിയിൽ K മുരളീധരൻ ഉണ്ടായിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് അദ്ദേഹം വിദേശത്ത് ജോലിക്ക് പോയി. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം സത്യത്തിൽ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയാക്കിയത് മറ്റാരുമല്ല, ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത MI ഷാനവാസാണ്. MI ഷാനവാസ് എന്ന ലീഡർ ഏറ്റവും വലിയ വിശ്വസ്തനായ ഒരാളാണ്. അപ്പോൾ MI ഷാനവാസാണ് ലീഡറെ K മുരളീധരൻ യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് അദ്ദേഹം സേവാദളിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായി പിന്നീട് സംസ്ഥാന തലത്തിലേക്കൊക്കെ ചെയർമാനാകുന്നു. അപ്പോൾ പിന്നെ അതൊരു യാഥാർത്ഥ്യമായി. പക്ഷേ ഈ ഷാനവാസും സംഘവും പിന്നിൽ ചേർന്ന് പിന്നീട് വലിയ രീതിയിൽ തിരുത്തലും അതൊക്കെ ഉണ്ടായത് ഇതേ വിഷയമായിരുന്നില്ല അവർ ഉന്നയിച്ചിരുന്നത്. മകനെ രാഷ്ട്രീയത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ് K കരുണാകരൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പലരെയും അതുകൊണ്ട് അദ്ദേഹം തള്ളി മാറ്റുന്നു എന്നായിരുന്നല്ലോ ഏറ്റവും വലിയ ആരോപണം. അതാണ് ഈ നിയതിഗതി എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ അന്ന് K മുരളീധരൻ രാഷ്ട്രീയ രംഗത്തൊരു യാഥാർത്ഥ്യമായി മാറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കോഴിക്കോട് MP ആയി. കോഴിക്കോട് MP ആയതും പാർട്ടി തീരുമാനിച്ചിട്ടാണല്ലോ. അതും വലിയ വിവാദമായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ മൂത്രമൊഴിക്കാൻ പോയപ്പോഴാണ് ഈ സ്ഥാനാർത്ഥിത്വം ഉണ്ടായെന്ന് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് അത് എന്തായാലും അത് ഈ പാർട്ടി അംഗീകരിച്ചു. അവിടെ നല്ല ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ജയിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ അപ്പോഴേക്കും K കരുണാകരനോടൊപ്പം നിൽക്കുന്നവർക്ക് മുരളിയോട് ഒരു വലിയ വാത്സല്യവും അടുപ്പവും തോന്നി സ്വാഭാവികമായിട്ട്. അങ്ങനെ വന്ന് അത് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വളർച്ചയിലേക്ക് ഒരു സെൻട്രലൈസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ ആദ്യം കൊണ്ടുവന്നവർക്ക് ഒരു നെഞ്ചിടിപ്പുണ്ടായി. അപ്പോൾ അവരെല്ലാം കൂടി എതിർത്തു.
മക്കളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് എതിർത്തു എന്ന് പറഞ്ഞാൽ ഷാനവാസ് ആയാലും ശ്രീജി കാർത്തികേയൻ രമേശ് ചെന്നിത്തലയായാലും എതിർത്തു. ആ എതിർപ്പാണ് യഥാർത്ഥത്തിൽ തിരുത്തൽവാദമായി മാറി ലീഡറിൽ നിന്ന് ഇവരാകുന്നത്. അല്ലാതെ അതൊരു ആശയപരമായ മാറ്റമൊന്നും ആയിരുന്നില്ല. ഇതാണ് ഉള്ളിലുള്ള അത്. ഞാനായാലും എനിക്കെതിരെ ഒരു 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 ഒപ്പോണൻ്റ് വരും എന്ന് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമല്ലേ, അധികാര രാഷ്ട്രീയമല്ലേ. ആ ആളിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ളത് ഒരു തന്ത്രമാണ്. ഇങ്ങനെ വന്ന മുരളീധരൻ, അതായത് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അറിയില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ കളിയാക്കിയത്. കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ട് നാടകമൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് കെ മുരളീധരൻ വളരെ ശക്തനായ രാഷ്ട്രീയ നേതാവായിട്ടാണ്, നല്ല ചടുലതയുള്ള രാഷ്ട്രീയ നേതാവായിട്ടാണ്. പിന്നീട് അദ്ദേഹം KPCC പ്രസിഡന്റ് വരെയായി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഏറ്റവും ഗംഭീരനായ KPCC പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു കെ മുരളീധരൻ. അതിനിങ്ങോട്ട് ശേഷം വന്ന പ്രസിഡന്റുമാർക്ക് പലപ്പോഴും അത്ര ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? കെ മുരളീധരൻ KPCC പ്രസിഡന്റായി വന്നത് യഥാർത്ഥത്തിൽ ഒരു 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 പ്രത്യേക നീക്കം, ലീഡറുടെ ഒരു വാത്സല്യത്തിൻ്റെ ഒരു പ്രകടമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് അന്ന് KPCC പ്രസിഡന്റ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാറാണ്. ഞാൻ അദ്ദേഹത്തിലൂടെ ജനറൽ സെക്രട്ടറി ഇവിടെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് ശ്രീ AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരുന്നത്. 100-ലധികം സീറ്റോടുകൂടി കേരളത്തിൽ അസംബ്ലിയിൽ UDF വരികയാണ്. അപ്പോൾ ലീഡർ വെച്ച ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് AK ആന്റണി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ കെ മുരളീധരൻ KPCC പ്രസിഡന്റ് ആയിരിക്കണം എന്നുള്ള അന്നത്തെ ഒരു 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 ഡിമാൻഡ്. മുരളീധരൻ യോഗ്യനാണ്, പക്ഷേ ആ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള സന്ദർഭത്തിൽ ലീഡർ എടുത്ത ഒരു ഷാഠ്യമാണ് യഥാർത്ഥത്തിൽ അപ്പോൾ KPCC പ്രസിഡന്റായി മുരളീധരനെ മാറ്റിയത്. പക്ഷേ പിന്നീട് KPCC പ്രസിഡന്റായി കെ മുരളീധരൻ ഉജ്ജ്വലമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്നും കേരളത്തിൽ കോൺഗ്രസിൻ്റെയും പൊതുജനങ്ങളുടെയും മുമ്പിൽ ഒരു വലിയ ക്രൗഡ് പുള്ളറായി നിൽക്കുന്ന നേതാവ് ആണ് മുരളീധരൻ. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പിന്നീട് പുള്ളിക്ക് ചില കാൽവെപ്പുകൾ അതിൽ അബദ്ധം പറ്റി. പിന്നീട് അദ്ദേഹം മന്ത്രിയാവാൻ വേണ്ടിയിട്ട് KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു, മന്ത്രിയായി. പക്ഷേ ആ ഇലക്ഷനിൽ അദ്ദേഹം തോറ്റുപോകുന്നു. അതോടുകൂടിയാണല്ലോ രാഷ്ട്രീയ ഭാവി തകിടം മറിയുന്നത്. അത് ലീഡറുടെയും രാഷ്ട്രീയ ഭാവി തകിടം മറിയുന്ന ഒരു സംഭവമായിരുന്നു. എന്താണ് ശരിക്കും മന്ത്രിയാവാനൊക്കെ ഉണ്ടായിരുന്ന ആഗ്രഹം ഉദിക്കാനുള്ള കാരണം എന്താണ്? അല്ല, അന്ന് രണ്ട് ഗ്രൂപ്പേ ഉള്ളല്ലോ. അതെ, യഥാർത്ഥത്തിൽ KPCC പ്രസിഡന്റ് എന്നുള്ള ആ പെർഫോമൻസ് നല്ല നിലവാരം പുലർത്തിയ മുരളീധരനെ എല്ലാ രണ്ട് ഗ്രൂപ്പ് ഒരേപോലെ കൈനീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് യഥാർത്ഥം. മുരളീധരൻ്റെ ഒരു സ്വന്തം തീരുമാനമായിരുന്നു അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതും. അതൊരു ചരിത്രമാവുകയും ചെയ്തു. കാരണം മന്ത്രിയായി മത്സരിച്ച് പരാജയപ്പെട്ട ഒരാൾ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നിയമസഭ കാണാനും അദ്ദേഹത്തിന് കഴിഞ്ഞെന്ന് തോന്നുന്നില്ല. കാരണം ഏതാണ്ട് 1.5-2 മാസമല്ലേ ഉള്ളത്. അത് തെറ്റായിപ്പോയി. പിന്നീട് കരുണാകരൻ പുതിയ പാർട്ടി ഉണ്ടാക്കി, DEC എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി, LDF ആയിട്ട് എടുക്കാൻ ശ്രമിച്ചു. പറ്റാതെ വരുന്നപ്പോൾ പിന്നീട് NCPയിൽ ലയിക്കേണ്ടി വന്നു. അങ്ങനെ കുറേ കാലം ശരിക്കും കരുണാകരൻ്റെ ഈ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഉന്നതിയിൽ നിന്ന ഒരു നേതാവ് പിന്നീട് തകർന്ന് തരിപ്പണമാവുന്നൊരു കാഴ്ച കണ്ടത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത് നിന്ന ആൾ എന്നുള്ള രീതിയിൽ ആ കാലത്ത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞങ്ങളൊക്കെ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്നവരാണ്. പക്ഷേ പിന്നീട് ഈ മുരളിയുമായിട്ട് പോലും ലീഡർ ആകുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ കെ കരുണാകരനെ കോൺഗ്രസിൻ്റെ അന്നത്തെ ഒരു നേതൃത്വം പുകച്ചു പുറത്തിയടിക്കുകയായിരുന്നു. അഖിലേന്ത്യാ നേതൃത്വം തന്നെ, ഒരു സംശയമുണ്ട്. കാരണം ഹൈക്കമാൻഡുമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് പോലും കിട്ടാതെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി, അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം പ്രവർത്തിച്ച് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സന്തത സഹചാരിയായി രാജീവ് ഗാന്ധിയുടെ ഇഷ്ടക്കാരൻ വന്ന കെ കരുണാകരൻ ഒരു ഹൈക്കമാൻഡിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി പോലും കാത്തുകെട്ടി കിടന്നത് കിട്ടാതെ പോകുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും, എനിക്ക് തോന്നുന്നു അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ദുഷ്ടശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കെ കരുണാകരനെ പുകച്ച് പുറത്ത് ചാടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അദ്ദേഹം DIC ഉണ്ടാക്കി. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം നിന്നവരിൽ ഒരാളായ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു, ലീഡർ അപ്പോൾ എന്നോട് താൻ എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചു. അത് ഏഷ്യാനെറ്റ് ചില ചാനലിൽ വരികയും ചെയ്തു. എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനല്ല ഉപേക്ഷിച്ചത്, ലീഡർ ഞങ്ങളെയാണ് ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തുമായിട്ട് അവിടുന്ന് പിരിയാണ് ഉണ്ടായത്. ഒരുപക്ഷെ കോൺഗ്രസിൽ അങ്ങനെ ഒരു പിളർപ്പ് ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ കരുണാകരൻ പാർട്ടി വിട്ടു പോകുകയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ, മുരളീധരൻ KPCC പ്രസിഡന്റൊക്കെ ആയി തുടരുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഭാവി ഇതല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിനകത്തെ ഒരു കാര്യമുള്ളത്, ലീഡർ അന്ന് പോകാതെ കുറേ കൂടി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ശക്തനായി ലീഡർ വരുമായിരുന്നു. കാരണം കേരളത്തിലെ സാധാരണ പ്രവർത്തകരുടെ മനസ്സ് ലീഡർക്ക് അറിയാമായിരുന്നു. സാധാരണ പ്രവർത്തകർ എപ്പോഴും ലീഡറോടൊപ്പം ആണ്, അന്നും ഇന്നും. അതൊരു
ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പുള്ളി പിന്നെ ഇതുകൊണ്ടുള്ള ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത് ലീഡർ DIC ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ലീഡറോട് വളരെ ഇഷ്ടമുള്ള അടുപ്പമുള്ളവരൊക്കെ ആ പാർട്ടിയിൽ ലീഡറോടൊപ്പം നിന്നു. പക്ഷെ അത് പിന്നെ NCP ആയി. അങ്ങനെ വിവിധ രൂപാന്തരം വന്നപ്പോൾ ആ രൂപാന്തരത്തിൽ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ശക്തരായ ഒരുപാട് ഈ എന്താ പറഞ്ഞ ഒരു അയൺ മൈൻഡുള്ള ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ഛിന്ന ഭിന്നമായി ചിലരൊക്കെ CPM പോയി ചേർന്നു, ചിലർ CPM പോയി, ചിലർ CPI പോയി, ചിലർ രാഷ്ട്രീയം നിർത്തി. അതാണ് ദൗർഭാഗ്യകരമായ വശം. അതിൻ്റെ ഒരു പരിണത ഫലം അതാണ്. ഒരുപക്ഷെ അത് സംഭവിക്കായിരുന്നെങ്കിൽ K. മുരളീധരൻ ഒരു സംശയം വേണ്ട ഒരു അൺക്വസ്റ്റ്യനബിൾ ലീഡറായി, കോൺഗ്രസിൻ്റെ ലീഡറായി, അദ്ദേഹം കോൺഗ്രസ് ലീഡർ തന്നെ. ഞാൻ പറഞ്ഞത് മറ്റൊരു വശത്തിൽ ഒരു അധികാര കേന്ദ്രമായി മാറുമായിരുന്നു എന്നുള്ളൊരു സത്യമുണ്ട്. എത്ര വിമർശകർ എന്തൊക്കെ പറഞ്ഞാലും. ഇപ്പം നമുക്കറിയാം ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ, അല്ലെങ്കിൽ K. കരുണാകരൻ, AK ആന്റണി, അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി, ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പേരായിരുന്നു VM സുധീരൻ. പക്ഷെ VM സുധീരൻ ഒരിക്കലും അത്തരത്തിൽ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിയില്ല. ഒരിക്കൽ മന്ത്രിയൊക്കെ ആയെങ്കിൽ പോലും അദ്ദേഹം വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതെ KPCC പ്രസിഡന്റായപ്പോലും അദ്ദേഹം പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോവുകയൊക്കെ ചെയ്തത്. എന്താണ് ഈ സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ചത്? ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും ഗ്ലാമറുള്ള വിദ്യാർത്ഥി യുവജന നേതാവ് VS സുധീരനായിരുന്നു. ഇപ്പോഴും ആ ഗ്ലാമർ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ, അധികാര രാഷ്ട്രീയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില തീരുമാനങ്ങൾ ഒരു സ്വന്തം ഐഡിയോളജിക്ക് വേണ്ടിയായിരിക്കാം അങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് തകർച്ചയിലേക്ക് എത്തും. അങ്ങനെ മാത്രമല്ല, VS സുധീരൻ KPCC പ്രസിഡന്റ് ആയത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ്. ഹൈക്കമാൻഡിൻ്റെ മാത്രം പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് VS സുധീരൻ KPCC പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പ്രായോഗിക രാഷ്ട്രീയത്തിലെ ചില നിലപാടുകൾ, അതുപോലെ തന്നെ ഈ ഒരു സ്വന്തം ഇമേജ്, അപ്പോൾ നമ്മൾ ഇമേജ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ വിളിക്കപ്പെടുന്ന ആളല്ല ഒരു KPCC പ്രസിഡന്റ്, അല്ലെ ടോപ്പ് നമ്പർ 1 നേതാവ്. ചിലപ്പം നമ്മുടെ ഇമേജിന് കളങ്കം പറ്റുന്ന പല തീരുമാനങ്ങളും ഒരു മുഖ്യമന്ത്രിക്ക് എടുക്കേണ്ടി വരും, ഒരു മന്ത്രിക്ക് എടുക്കേണ്ടി വരും, KPCCയുടെ അല്ലെ ഒരു പാർട്ടിയുടെ നമ്പർ 1 നേതാവിന് എടുക്കേണ്ടി വരും. പക്ഷെ പുള്ളി അതിൽ വിട്ടുവീഴ്ച കാണിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, പ്രത്യേകിച്ച് രാജേഷ് ചോദിക്കുമെന്ന് എനിക്ക് അറിയാവുന്ന ഒരു ഒരു ചോദ്യമാണ്. അന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ തുടരും എന്നെല്ലാവരും പ്രതീക്ഷിച്ചാണ്. കാരണം ഒരുപാട് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തിയ, ഇപ്പോൾ ഈ ജനസദസ്സൊന്നും ഇല്ലാതെ തന്നെ ജനങ്ങളുടെ ജനസമ്പർക്ക പരിപാടി, അതായത് കളങ്കമില്ലാത്ത ജനസമ്പർക്ക പരിപാടി, രാവിലെ 8 മണി മുതൽ രാത്രി 12, 1 മണി നേരം 3 മണി വരെ ഓരോ ചെല്ലുന്ന ഓരോരുത്തരെയും അത് ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, പ്രാദേശിക വ്യത്യാസമില്ലാതെ, ഏതൊരു ഹർജിയുമായി ഒരാളെ ചെല്ലുന്ന അവർക്കൊരു തീരുമാനമെടുക്കുന്ന, ഡയറക്റ്റായിട്ട് തീരുമാനമെടുക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഭരണാധികാരി ഉമ്മൻചാണ്ടിയാണ്. കേൾക്കണം ക്വിക്ക് ഡിസിഷൻ എടുക്കും, പക്ഷേ ഇത് ഓഫീസിൽ ആണല്ലോ. പക്ഷേ അങ്ങനെയുള്ള ആ ഗവൺമെൻറ് വരണം, തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു, പൊതുജനങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ പഠിക്കൽ കൊണ്ടിട്ട് കലമടയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഈ ബാർ വിഷയം വന്നാണ്. ബാർ വിഷയവും പല കാര്യങ്ങൾ വന്നു. അതല്ലെങ്കിൽ അത് CPM കൗശലപൂർവ്വം അത് മുതലാക്കി എന്നാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഉണ്ടാവുന്നു. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണം ബാർ നിരോധനമാണെന്ന് പറയുന്നത്. ഈ ബാർ നിരോധനം യഥാർത്ഥത്തിൽ ഈ ഉമ്മൻചാണ്ടിയും അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ ഉണ്ടായിരുന്ന ചില ഈ അഭിപ്രായ ഭിന്നതകളായിരുന്നല്ലോ അതിലേക്ക് നയിച്ചത്. അതായത് നമ്മുടെ UDFൻ്റെ പോളിസി എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി മദ്യവർജനമാണ്. അതും ഘട്ടം ഘട്ടമായിട്ടാണ്. അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് നിയമം, അതാണ് നമ്മുടെ പോളിസി, അതാണ് നയപരമായൊരു തീരുമാനമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് ഈ ബാറുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയൊക്കെ ചില ന്യായാധിപന്മാരുടെ റിപ്പോർട്ടുകളൊക്കെ വന്നല്ലോ. അൺഹൈജീനിക്കായിട്ടുള്ള ബാറുകളൊക്കെ നിർത്തലാക്കണം, അല്ലെങ്കിൽ നിർത്തലാക്കണമെന്നല്ല പറഞ്ഞു, അൺഹൈജീനിക്കായിട്ടുള്ള ബാറുകൾ അത് കുറച്ചുകൂടി ഭംഗിയാക്കണം, അതുപോലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. 2 സ്റ്റാർ ഉള്ളത് 3 സ്റ്റാർ 4 സ്റ്റാറിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു സെൻസിലാണ് പറഞ്ഞത്. പക്ഷേ ഒരു വിഭാഗം, അല്ലെങ്കിൽ സമ്പൂർണ്ണ മദ്യവർജനം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിൻ്റെ ഭാഗമായി അന്നത്തെ KPCC പ്രസിഡന്റ് VS സുധീരൻ നിലകൊണ്ടു. അന്നേരം എനിക്ക് അദ്ദേഹത്തെ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നിലകൊണ്ടു. അന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന ആ ഒരു വാദപ്രതിവാദങ്ങളും കോലാഹലങ്ങളും അതിൽ VS സുധീരൻ ഉറച്ചു നിന്നതും
ഉറച്ചു നിന്നപ്പോൾ എന്നാൽ പിന്നെ മുഴുവനും നിർത്തിയേക്കാമെന്നുള്ള അന്നത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനവും കൂടി വന്നപ്പോൾ മൊത്തം കുളമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബാർക്കോഴ കേസിൻ്റെ അനുബന്ധ ആയിട്ടാണ് ഈ സോളാർ കേസ് വരുന്നത്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടെന്നൊക്കെ അന്ന് തന്നെ പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ പിന്നീട് കെ മാണിക്കെതിരെ കേസെടുക്കുന്ന നിലയിലേക്ക് ബാർക്കോഴ കേസ് വരുന്നു. പിന്നീട് ആ സംഭവം ഡെവലപ്പ് ചെയ്ത് പിന്നീട് അടുത്ത ഒരു ഇലക്ഷൻ വരുന്നതോടുകൂടി ഈ പിന്നെ ഇതിലെ UDF ഏറ്റവും പ്രബലനായ ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് എം മണി ഗ്രൂപ്പ് മുന്നണി തന്നെ വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഭരണം നഷ്ടപ്പെടുന്നു. തുടർച്ചയായി വീണ്ടും ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലൊക്കെ ഇതിൻ്റെ ഒരു വലിയ ഇതിങ്ങനെ നീണ്ടു വരികയാണ്. യഥാർത്ഥത്തിൽ ഈ താങ്കൾ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കെ ബാബുവിനെതിരെ ഉണ്ടായ ഈ ബാർക്കോഴ വിവാദത്തിൽ എന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? കഴമ്പില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ശ്രീ ബാബു ആദ്യം തോറ്റെങ്കിലും രണ്ടാമത് അദ്ദേഹം വിജയിച്ച് MLA ആയിട്ട് വന്നത്. പിന്നെ ആ ഗവൺമെൻറ് പരാജയപ്പെടാനുള്ള ഒരു കാരണം കെ മാണി സാറിൻ്റെ സംബന്ധിച്ചുള്ള ഒരു നിലപാടുകളാണ്. കാരണം UDFൻ്റെ അവിഭാജ്യ ഘടകമാണ് യഥാർത്ഥത്തിൽ കെ മാണി സാർ. UDFൻ്റെ ഞാൻ പറഞ്ഞു UDFൻ്റെ ഫൗണ്ടർ നേതാവ് ബാലകൃഷ്ണപിള്ള UDF 78 UDF ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൺവീനർ PJ ജോസഫ് ആയിരുന്നു. അതിൻ്റെ ലീഡർ എന്ന് പറഞ്ഞ ലീഡറും മറ്റൊരു ഉപനേതാവ് CH മുഹമ്മദ് ഭായി ആയിരുന്നു. പിന്നീട് അടുത്ത് വന്ന ഘടകകക്ഷി എന്ന് പറഞ്ഞത് കെ മാണി സാറാണ്. അപ്പോൾ കെ മാണി സാറ് കൂടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കെ മാണി സാറ് UDFൽ നിന്ന് പോയത് UDFന് കനത്ത പ്രഹരം ഏൽപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഭരണം പോകുന്നതിന് മുമ്പാണല്ലോ. അതെ, ഭരണം ഉള്ളപ്പോൾ തന്നെയാണല്ലോ. അല്ല, മുന്നണിയിൽ നിന്ന് വിട്ടെങ്കിൽ അദ്ദേഹം ഒരിക്കൽ പോലും മുന്നണിയിൽ നിന്ന് വിട്ടിട്ടും LDFൽ പോയിടുന്നില്ല. മന്ത്രിസഭയിൽ നിന്ന് വിട്ടിട്ടും അദ്ദേഹം മുന്നണിയിൽ തന്നെ തുടർന്നു. പക്ഷേ അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ പുകച്ച് പുറത്തേ അടിക്കുന്ന പോലുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം വിട്ടത്. അല്ല, അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നത് രമേശ് ചെന്നിത്തലയാണ്. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായ ചെറിയൊരു കൈബന്ധമാണോ അല്ലെങ്കിൽ ആലോചിക്കാതെ എടുത്ത തീരുമാനമായിരുന്നു? ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള കെ മാണി പോലുള്ള ആളുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നത് 2-3 വട്ടം ആലോചിക്കേണ്ടിയിരുന്നു. അപ്പോൾ അത് രമേശ് ചെന്നിത്തലയെ മാത്രമായിട്ട് ആരോപിച്ച് വെക്കുന്നത് ശരിയല്ല. അതൊരു വീണ്ടും വിചാരമില്ലാത്തൊരു നടപടി, വിചാരമില്ലാത്ത ഗവൺമെന്റിന്റെ നീക്കം തന്നെയാണ്. അതായത് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം കൂടി ഉള്ള ഗവൺമെന്റ് ആണല്ലോ. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും സീനിയർ ആള് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സീനിയർ അല്ല, മുഖ്യമന്ത്രിയാണ് തീരുമാനം എടുക്കുന്നത്, ഭരണത്തലവൻ. ബാക്കിയുള്ളവരെ ഈക്വലാണ്. ആ ഈക്വലായിട്ടുള്ളവരിൽ സീനിയർ യഥാർത്ഥ കെ മാണി സാറാണ്. അദ്ദേഹം എല്ലാ തരത്തിലും ഭരണഘടനയായാലും അസംബ്ലി പ്രൊസീഡിങ്സിലായാലും ഒക്കെ ഇത്രയും പ്രായോഗിക പരിജ്ഞാനമുള്ളൊരു ആള് വേറെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തെ ഈ മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് 2-3 തവണ ആലോചിക്കണമായിരുന്നു. പിന്നെ അത് രമേശ് ചെന്നിത്തലയുടെ തലയിലോട്ട് വെക്കുന്നത് ശരിയല്ല. ഗവൺമെൻറ്റാണ് അന്ന് ആ തീരുമാനമെടുത്തത്. അല്ല, എന്നാൽ പോലും രമേശ് ചെന്നിത്തലയ്ക്കും അതിൽ യഥാർത്ഥത്തിൽ പങ്കുണ്ടല്ലോ. കാരണം അദ്ദേഹം ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് അങ്ങനെ പിൻവലിയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. വകുപ്പ് മന്ത്രിക്ക് വളരെ സേയുണ്ട്. ഈ ക്യാബിനറ്റിൻ്റെ പ്രത്യേകത ഇതാണ്. മുഖ്യമന്ത്രി ഗവൺമെൻറ്റിൻ്റെ ആ മുഖ്യമന്ത്രിയുടെ പേരിലാണല്ലോ ഗവൺമെൻറ്. പക്ഷെ ഓരോ വകുപ്പും കൊടുക്കുമ്പോൾ ആ വകുപ്പിൻ്റെ തലവനാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൺസെൻറ്റ് മന്ത്രിക്കാണ് തീരുമാനം എടുക്കാനുള്ള ഉത്തരവാദിത്വം. പക്ഷെ അത് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ക്യാബിനറ്റാണ്. പക്ഷെ ആ ക്യാബിനറ്റിലുള്ള ആളിനെ എൻ്റെ പേര് നടപടി എടുക്കുമ്പോൾ തീർച്ചയായും 2-3 വട്ടം മന്ത്രി ആലോചിക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ പൂർണ്ണമായും കൈയൊഴിയാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, ഈ പിന്നെ കേരള കോൺഗ്രസ് എം ആയിട്ട് പിന്നീട് മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് മാണി സാറിന്റെ UDF കൺവീനർ അനൗൺസ് ചെയ്യാൻ പുറത്താക്കിയിരിക്കുന്നത്. അത് ശുദ്ധ അസംബന്ധമായി പോയെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ കെ കരുണാകരനെ പോലുള്ള ഒരാളോ ശ്രീ A.K. ആന്റണിയെ പോലുള്ള ആളോ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കില്ല. കാര്യം അദ്ദേഹത്തിന് തുല്യ പങ്കാളിത്തം ഈ മുന്നണിയിലുണ്ടല്ലോ. ഇപ്പോൾ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ആ സമയത്താണ് ഈ ഒരു പിന്നെ ഉമ്മൻചാണ്ടിൻ്റെ ഈ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് തിരുവഞ്ചൂർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന്. അതും ഇതുപോലെ തന്നെയുള്ള ഒരു കൈകഴുകലല്ലേ? കൈകഴുകലല്ല, അത് ആരെങ്കിലും വിശ്വസിക്കുക. കാരണം ഒപ്പിടേണ്ട മന്ത്രി, അതായത് വെറും ഒരാളെ അല്ല അറസ്റ്റ് ചെയ്തത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നതിനേക്കാൾ അപ്പുറമായി ഏറ്റവും വലിയ ഏറ്റവും സീനിയറായിട്ടുള്ള ജനനേതാവിൻ്റെ ഒരു സ്റ്റാഫിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കുമ്പോൾ തീർച്ചയായും ആ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല എന്നല്ല അർത്ഥം. ഈ സോളാർ കേസിൽ ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടി വന്നാൽ യഥാർത്ഥത്തിൽ പിന്നീട് മുഖ്യമന്ത്രിയാവും എന്ന് തിരുവഞ്ചൂർ കരുതിയിരുന്നു എന്നാണ് പറയുന്നത്. താങ്കളങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാവരും യോഗ്യരായിരിക്കും, പക്ഷെ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അല്ല, അദ്ദേഹം അങ്ങനെ നീക്കം നടത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ അധികാരത്തിൻ്റെ ദണ്ട് കയ്യിലുള്ളപ്പോൾ എന്തും ചെയ്യാമല്ലോ. കെ കരുണാകരൻ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടാണ് ചാരക്കേസിൽ അദ്ദേഹത്തെ പുറത്താക്കിയത്. ഇവരെല്ലാം കൊണ്ടല്ലേ പുറത്താക്കിയത്.
ചാരക്കേസ്. ഞാനന്ന് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ള ആളാണ്. അദ്ദേഹം നിറഞ്ഞ കണ്ണോടുകൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ലക്ഷക്കണക്കിന് രൂപ മോട്ടിച്ചെന്ന് പറഞ്ഞാൽ, അഴിമതി നടത്തുമെന്ന് പറഞ്ഞാൽ ഞാനത് സഹിക്കും. പക്ഷെ ഞാനൊരു രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് കെ കരുണാകരൻ പറഞ്ഞതാണ്. അപ്പം അത് വളരെ അന്ധമായ ഗ്രൂപ്പ് വൈരത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അടിച്ചോടിച്ചാണ്. യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഇദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തി കരുണാകരനെതിരെ ദീർഘകാലം ഇതിൻ്റെ ഒരു അപവാരമായിട്ട് നടക്കേണ്ടി വന്നു. അവസാന ഘട്ടം വരെ അദ്ദേഹത്തിനെ വല്ലാതെ വേട്ടയാടിയിരുന്നു. ആരാണ് യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചന ഇത് ഉണ്ടാക്കിയത്? ഇതിൻ്റെ പിന്നിൽ ആരാണ്? കോൺഗ്രസ്സുള്ള ആൾ തന്നെ ആയിരിക്കുമല്ലോ ഉറപ്പായും. ഇപ്പോഴും ഞാനൊരു കോൺഗ്രസിൻ്റെ അച്ചടക്കമുള്ള പ്രവർത്തനമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഒരിക്കലും പുറത്തുള്ള ഒരാൾക്ക്, അതും കോൺഗ്രസിന് പുറത്തുള്ള ഒരാൾക്ക് ഈ ഗൂഢാലോചന നടത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് ആരാണ്? ഗുണഭോക്താവ് എപ്പോഴും പാർട്ടിക്ക് കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന ഒരാളാണ്. കാര്യം UDF ഒരു ഘടകകക്ഷിയുടെ നേതാവ് ഒരു ഗൂഢാലോചന നടത്താൻ അദ്ദേഹത്തിന് പ്രയോജനമുണ്ടോ? ഇതില്ല. അപ്പം കെ കരുണാകരനെ പോലെ ഒരാളെ പുകച്ച് പുറത്തി അടിച്ചാൽ അതിൻ്റെ ഗുണഭോക്താവ് മിക്കവാറും കോൺഗ്രസിനുള്ളിലുള്ള ആളായിരിക്കും. അപ്പോൾ ആ നിലയിൽ ആ കാലഘട്ടത്തിൽ നിറഞ്ഞിരിക്കുന്ന ആരാധന അവരാരിലും ആയിരിക്കും അതിൻ്റെ നേതൃത്വം കൊടുത്ത്. ലീഡർ ഒരിക്കലും ഒരു കോംപ്രമൈസിന് പോകുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം വളരെ പ്രൗഢിയോടുകൂടി അന്തസ്സോടുകൂടി എന്ത് നേരിടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ രമൺ ശ്രീവാസ്തവയുടെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാനുള്ള ചങ്കുറ്റം. അതിനേക്കാളപ്പം നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ കേട്ടുള്ള രാജൻ കേസ്. സത്യം പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രിക്ക് ഇതിനെക്കുറിച്ച്, ഒരു പോലീസ് ആക്ഷൻ നടക്കുന്നതിനെക്കുറിച്ച് ഒരു ആഭ്യന്തരമന്ത്രിക്ക് അറിയണമെന്നില്ല. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടത്, നിയമസഭയിൽ ഉത്തരവാദിത്തം പറയേണ്ടത് മന്ത്രിയാണ്. ധാർമ്മികത. അത് അങ്ങനെ പറയുമ്പോൾ തിരുവഞ്ചൂരിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ആ കൺസെന്റ് മന്ത്രിക്കാണ്. പേരല്ല പ്രസക്തി, കൺസെന്റ് മന്ത്രിക്കാണ്. ഈ സോളാർ കേസ് സമരം ഒത്തുതീർന്നതിന് വേണ്ടി TP കേസ്, അതായത് TP കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഈ കേസ് ഇത് ഒത്തുതീരാൻ വേണ്ടി ഇത് തമ്മിൽ കോംപ്രമൈസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ആരോപണം പലരും ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നുണ്ട്, ചില ഉള്ളിലുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടില്ല. തിരുവഞ്ചൂരിനെ പോലുള്ള ആൾ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൽ വരും. കാരണം അദ്ദേഹം യുവജന നേതൃനിരയിലെ ഏറ്റവും ശക്തനായ, ദീർഘവീക്ഷണമുള്ള, കരുത്തനായ ഒരു നേതാവാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി നമുക്ക് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് താങ്കൾ അറിയപ്പെടുന്നത് ഒരു കവി ആണ്. 20-ലേറെ സിനിമകൾക്ക് പാട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു കവി ജീവിതം? എന്താണ്? ഇപ്പം ഞാൻ ചെറിയ കവിതകൾ രംഗത്തുണ്ട്. പിന്നെ ഞാനൊരു സിനിമ ഗാനരചനയിലേക്ക് വരാനുള്ള കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയദർശനും അതുപോലെ തന്നെ സുരേഷ്, അങ്ങനെ ഒരു MG ശ്രീകുമാർ, ഈ ലാല്, അപ്പോൾ അങ്ങനത്തെ ഒരു പാഷൻ, സിനിമ ഒരു പാഷനായി കണ്ടുവരുന്ന ഒരു ചെറുപ്പക്കാരുടെ ഗ്യാങ്ങിലാണ് ഞാൻ വന്നുപെട്ടത്. അവരുടെ അവരാണ് എന്നെ പാട്ട് എഴുതാൻ പ്രോത്സാഹിപ്പിച്ചതും. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് സഞ്ചരിച്ചു വരുന്നവരാണ്. ഒരേ റൂമിൽ താമസിച്ച് ഒന്നിച്ച് പാട്ട് എഴുതി ട്യൂൺ ചെയ്ത് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എനിക്കുള്ളൊരു കൈപ്പേറിയ അനുഭവം എന്ന് പറയുമ്പോൾ, ഞാനന്ന് സജീവമായി പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അന്ന് എല്ലാ സിനിമാ പ്രസിദ്ധീകരണങ്ങളിലും എൻ്റെ ഒരു വാർത്തയില്ലാതെ ഒരു ആഴ്ചയും വരാറില്ല. അങ്ങനെ ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ എന്നെ ആ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യണമെന്ന് അന്നത്തെ പ്രസിഡൻറ്റ് വാശി പിടിച്ചു. കാരണം അതിന് പറഞ്ഞ ന്യായം, അവർ ലീഡർ ചോദിച്ചു എന്താ അവൻ ചെയ്ത തെറ്റെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അവൻ പാട്ട് എഴുതി നടക്കാമെന്ന് പറഞ്ഞു. നമ്മൾ പറയില്ല, നമ്മളിങ്ങനെ അവൻ പാട്ട് എഴുതി നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ലീഡറെ അതിനെ ചൊടിപ്പിച്ചു. അപ്പോൾ ലീഡർ തിരിച്ചു ചോദിച്ചു, തനിക്ക് അവൻ പാട്ട് എഴുതി നടക്കും, ശരി, അതിൻ്റെ ഒരു വരി പോലെ തനിക്ക് എഴുതാൻ പറ്റുമോ എന്ന് അന്നത്തെ ആളിനോട് ചോദിച്ചു. അപ്പോൾ അതാണ് എനിക്ക് ഈ പാട്ടിൽ നിന്ന് കിട്ടിയ ആ കാലത്തെ പ്രോത്സാഹനം. ഈ പാട്ട് എഴുതുന്നതാണോ കുറച്ചുകൂടി എളുപ്പം, അല്ലെങ്കിൽ ഈ നേതാക്കളോട് കുറച്ചും കൂടി പോരാടുന്നതാണോ? എളുപ്പം പാട്ട് എഴുതുന്നതാണ്. കാരണം നേതാക്കന്മാർക്ക് ഹൃദയമില്ലല്ലോ, മറ്റേ പാട്ടിന് ഹൃദയമുണ്ടല്ലോ. അല്ലാതെ ഏത് പാർട്ടിയായാലും. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കാരണം കേരളത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ 5 വർഷം വെച്ച് മാറി വരുവാണ്. ഇപ്പോൾ ഈ കാരണം മുന്നണി ആയതിനു ശേഷം ഇടത് മുന്നണി വലത് മുന്നണിയായിട്ട് അച്യുതാനന്ദൻ ഒഴിവാക്കി നമുക്ക് ഭരണം കിട്ടി. കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ടായാലും നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും കോൺഗ്രസ്സിന് ദീർഘകാലം ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ സ്വഭാവവും ചരിത്രവും അനുസരിച്ച് ദീർഘകാലം ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയും. ഒരുപക്ഷെ വ്യക്തികൾക്ക് പലർക്കും പിടിച്ചേക്കാൻ കഴിയില്ലെങ്കിലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കില്ലെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം, ഭരണമില്ലാതെ. പിന്നെ കഴിഞ്ഞ
അപ്രതീക്ഷിതമായിരുന്നല്ലോ. ഈ കോവിഡും കിറ്റും അങ്ങനെ പല കാരണങ്ങൾ വന്നു. പിന്നെ രണ്ട് മുഖ്യമന്ത്രിമാരെന്നുള്ള ഒരു ഫീലിങ്ങും സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറ് മാതൃകാപരമായി മാറിയാണ് ശ്രീ രമേശ് ചെന്നിത്തല അന്ന് പ്രതിപക്ഷ നേതാവ് ആക്കിയതൊക്കെ. അപ്പോൾ പക്ഷേ ജനത്തിൻ്റെ മുമ്പിൽ ഈ മാറ്റങ്ങളും അല്ലെങ്കിൽ പുതിയ അധികാര കേന്ദ്രങ്ങളുമൊക്കെ ജനങ്ങൾ അത്രമാത്രം അങ്ങോട്ട് മുഖവിലക്കെടുത്തില്ലെന്ന് തോന്നുന്നു. ഈ പുതിയ ഇപ്പം രണ്ടര വർഷക്കാലമായിട്ട് രമേശ് ചെന്നിത്തല മാറി വി ഡി സതീശനാണ് ഇപ്പം പ്രതിപക്ഷ നേതാവ്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് പല വിഷയങ്ങളും ടേക്കപ്പ് ചെയ്യുന്നതിൽ രണ്ടുപേരും പ്രതിപക്ഷ നേതാവാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനം കാണുന്നുണ്ട്. അത് കോൺഗ്രസിന് ഗുണകരമാണ്? ഒരിക്കലുമല്ല. കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ദൗർഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവരും നേതാക്കന്മാരാണ്. എല്ലാ നേതാക്കന്മാരും. ശ്രീ വി ഡി സതീശൻ യഥാർത്ഥത്തിൽ നിയമസഭയിലെ ഉജ്ജ്വലമായ പെർഫോമൻസ് നടത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ശ്രീ രമേശ് ചെന്നിത്തല അതേപോലെ തന്നെ. കാരണം രമേശ് ചെന്നിത്തല ആദ്യത്തെ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന, ഈവൻ ആ കോവിഡ് കാലത്ത് പോലും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരുപാട് അഴിമതി ആരോപണങ്ങളും യാഥാർത്ഥ്യമായിരുന്നു എന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ട് രാഷ്ട്രീയമായി ഗുണം ചെയ്തില്ലല്ലോ. പക്ഷേ അത് രാഷ്ട്രീയമായി മുതലാക്കാൻ എന്തുകൊണ്ടോ UDFന് കഴിഞ്ഞില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പുതിയ MLA-മാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്യു കുഴൽനാടനെ പോലെയുള്ള കുറച്ച് MLA-മാർ മാത്രമാണ് യഥാർത്ഥത്തിൽ വലിയ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ടേക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഈ കുഴൽനാടൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ? ബുദ്ധിയും ശക്തിയും വിവേകവും ഊർജ്ജസ്വലതയുള്ള ഒരു MLA ആണ് മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടൻ ശക്തമായ നിയമസഭയ്ക്കുള്ളിൽ വേറെ എവിടെയല്ല, ഒരു പബ്ലിക് മീറ്റിങ്ങിലല്ല പറഞ്ഞത്, നിയമസഭയ്ക്കുള്ളിൽ ആധികാരികമായി പറഞ്ഞ കാര്യങ്ങൾ, സത്യം പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അല്ലാത്തവർ പോലും അഭിനന്ദിക്കുകയാണ് ചെയ്തത്. പക്ഷെ വേണ്ട ഒരു പിന്തുണ നമ്മുടെ പാർട്ടിയിൽ നിന്ന് കിട്ടിയോന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ഈ ചോദ്യം നമ്മൾ പലരോടും ചോദിച്ചിട്ടുണ്ട്, കുഴൽനാടനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുഴൽനാടൻ പറയുന്നത് ചില ഘട്ടങ്ങളിലേക്ക് ചില നേതാക്കന്മാർ സമീപിച്ചിരുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരിക്കലല്ല. നേതാക്കന്മാരുടെ ആവശ്യമല്ലല്ലോ, പാർട്ടിയുടെ ആവശ്യമല്ലേ. പാർട്ടിയുടെ ആവശ്യം മാത്രമല്ല, മുന്നണിയുടെ ആവശ്യമാണ്. മുന്നണിയുടെ മാത്രമല്ല, പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിയമസഭയിൽ ഒരു ജനപ്രതിനിധി ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്താൽ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രതിപക്ഷം ഞാൻ രാഷ്ട്രീയമല്ല, പൊതുജനങ്ങളുടെ ആഗ്രഹമാണ്. പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നാണ് പ്രതിപക്ഷത്തെ ഒരു MLA സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ പിന്തുണ നൽകേണ്ടത് പാർട്ടിയാണ്. കാര്യം ഓരോ MLA നിയമസഭയ്ക്കകത്തുള്ള പെർഫോമൻസ് നടത്താൻ വേണ്ടി ഒരുപാട് ഹോംവർക്ക് നടത്തുന്നുണ്ട്. ആ ഹോംവർക്ക് നടത്തുന്നവരിൽ നമ്പർ 1 യഥാർത്ഥത്തിൽ കുഴൽനാടനാണ്. പക്ഷെ അതിന് വേണ്ട തരത്തിലുള്ളൊരു പിൻബലം അത് കിട്ടിയെന്ന് കുഴൽനാടന് പോലും സംശയം തോന്നുന്നതിൽ അതൊരു ഗുരുതരമാണെന്നാണ് എനിക്ക്. ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങളേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ കൂടി വന്ന 3 മാസം കാണും. ഈ 3 മാസത്തിനിടയിൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികളുടെയൊക്കെ ഏതാണ്ട് ഒരു ധാരണയാക്കി ഉണ്ടാവും. ഇവിടെ ദീർഘകാലമായി പാർലമെൻറ്റിലേക്ക് പോകുന്ന കുറേ നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് തങ്ങളുടെയൊക്കെ നാട്ടിൽ തന്നെ ഉള്ള പ്രതിനിധികളൊക്കെ ദീർഘകാലമായിട്ട്, ഉദാഹരണത്തിന് കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള ആളുകളൊക്കെ ദീർഘകാലമായിട്ട് പാർലമെൻറ്റ് അംഗമാണ്. ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല? മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നേതാക്കന്മാർ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കോൺഗ്രസിൻ്റെ പ്രത്യേകം ഇപ്പോൾ CPI അല്ലെങ്കിൽ CPM ഒക്കെ ആണെങ്കിൽ ഒരു 2 ടൈം, CPIയിലാണെങ്കിൽ ഒരു തവണയും മന്ത്രിയാക്കും. ഇതങ്ങനെയല്ല. കോൺഗ്രസ്സിൽ ഒരിക്കൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ശ്രീഹരിക്കോട്ടയിലെ ക്രെയിൻ എടുത്താൽ പോലും കൊണ്ടുവന്നാൽ പോലും പൊങ്ങാത്ത തരത്തിലുള്ള നേതാക്കന്മാരാണ്. കസേര ഒട്ടിച്ച് വെച്ചേക്കും. കസേരയോട് കൂടിയാണ്, അവരുടെ സ്വന്തം കസേരയാണെന്നുള്ള, ഈ കസേര പബ്ലിക്കിൻ്റെ ആണെന്നുള്ള ചിന്ത ആർക്കുമില്ല. അതുകൊണ്ടാണ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുമോ? എല്ലാ പ്രവർത്തകർക്കും പാർട്ടി നിൽക്കുന്നവർക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം തോന്നാറുണ്ടല്ലോ. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് ആദ്യകാലത്തെ പോലെയുള്ള ഒരു ജനങ്ങളുടെ അംഗീകാരം മാത്രം പോരാ, ഈ നമ്മുടെ കീശയുടെ ബലം കൂടെ നോക്കിയാണ്. ഏറ്റവും വലിയ പുതിയൊരു ടെക്നോളജിയാണല്ലോ ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. അപ്പോൾ അത് അത്രയും കോസ്റ്റ്ലിയാണ്. അത് കൂടുതൽ അപകടം ചെയ്യും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടന്നില്ലേ, സത്യം പറഞ്ഞാൽ പൈസ ഇല്ലാത്തവരൊന്നും വരണ്ട എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്ര നേതൃത്വം എടുത്തത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇതിപ്പോൾ ശരിക്കും കയ്യിൽ കോടികൾ ഉണ്ടെങ്കിൽ മാത്രമേ MP ആവാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ നേരത്തെയൊക്കെ കേരളത്തിന് പുറത്തായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ അത് വന്നിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള നേതാക്കന്മാർ കോടീശ്വരന്മാരാണ്. അവർ MLA-യുടെ അപേക്ഷ കൊടുക്കുന്നതിന് പോലും ലക്ഷങ്ങൾ കൊടുക്കുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകണമെങ്കിൽ
തീർച്ചയായും കോടികളുടെ ഒരു പ്രവർത്തനമാണ്. എന്നുവെച്ചാൽ കോടി വ്യക്തിയല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും. ഒരു വശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം UDF, മറുവശത്ത് കഴിഞ്ഞ 8 വർഷമായി ഭരണത്തിലിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി, പിന്നെ അതിൻ്റെ ക്യാപ്റ്റൻ പിണറായി വിജയൻ. നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. കാരണം സമ്പത്ത് ഇത്രയും കുന്തുകൂട്ടിയിരിക്കുന്ന, അതായത് അദ്ദേഹത്തിന് തുല്യൻ ഇപ്പോൾ പോൾ പോട്ട് മാത്രമാണ്, അന്തരിച്ച പോൾ പോട്ട്. പിണറായി വിജയൻ പോൾ പോട്ടാകാനും നരേന്ദ്രമോദി ഹിറ്റ്ലർ ആവാനുമുള്ള മത്സരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അതുപോലെയാണ്. ജനസദസ്സം പറഞ്ഞ് കഴിഞ്ഞ 10-25 ദിവസമായി കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയം കൈ പിടിച്ചുകൊണ്ടായിരിക്കുന്നത്. മന്ത്രിമാരും അങ്ങനെയാണ്, ബസ്സിൽ സഞ്ചരിക്കുമ്പോഴും അവരുടെ കയ്യിലായിരിക്കും അവരുടെ ഹൃദയം. 2 മന്ത്രിമാർ ആശുപത്രിയിലാണ്. അതെ, കാര്യം ഇത്രയും അപകടം പിടിച്ച ഒരു മന്ത്രിമാർ യാത്ര ചെയ്തോട്ടെ, പക്ഷേ അതിനുവേണ്ടി ഒരു നാട്ടിലെ ജനങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, നഴ്സറി കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും, ആപാലവൃദ്ധ ജനങ്ങൾ ഇതുപോലെ ടെൻഷൻ അനുഭവിച്ചൊരു യാത്ര കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മഹാരാജാക്കന്മാർ പോലും ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് നമ്മുടെ ഇതൊരു അപകടം. പക്ഷെ എന്തായാലും ഇതൊരു എൻഡിലേക്കാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ നമുക്ക് എല്ലാ കാലത്തും പട്ടികജാതിക്ഷേമ വകുപ്പ് മന്ത്രിമാരുണ്ട്. ഈ പലപ്പോഴും പലതരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ പ്രഖ്യാപിക്കാറുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പട്ടികവർഗ്ഗക്കാർക്ക് അവകാശങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ, അവിടെ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ഇത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വിദ്യാർത്ഥികൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ഗ്രാൻറ്റ് കൊടുക്കുന്നില്ല, അവർക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായം കൊടുക്കില്ല. ഇതൊക്കെ എപ്പോഴും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? അത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞ് ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുന്നേറുന്നു എന്നാണ്. ഞാൻ അദ്ദേഹത്തോട് വെല്ലുവിളിച്ച് വയ്ക്കുകയാണ്. നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന പെട്ടെന്ന് പ്രത്യേകം ചോദിച്ചുകൊണ്ട് ട്രൈബൽ കുട്ടികൾ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അവരുടെ ദിവസത്തിനുള്ള ഭക്ഷണത്തിന് പോലും പൈസ ഈ ഗവൺമെൻറ് കൊടുക്കുന്നില്ല. മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ പറയട്ടെ. രാധാകൃഷ്ണന് ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രിസഭയിൽ വലിയ റോളുകളില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാധാകൃഷ്ണനെ അടിച്ചമർത്തിയിരിക്കല്ലേ യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയിൽ. സമ്പത്തായിരുന്നു ഭരിച്ചിട്ടുണ്ട് വകുപ്പ്, സമ്പത്ത് പിണങ്ങിപ്പോയി. അതെ, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ മറ്റു മന്ത്രിമാരെ ആരെക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. സൗമ്യനാണ്. രണ്ടാമനാളുടെ ആളിനെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാക്കിയെന്ന് പറഞ്ഞ് ഇങ്ങനെ വലിയ എത്രയോ UDF ഗവൺമെന്റ് കാലത്ത് കരുണാകരൻ സാർ ഒക്കെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അതിന് മുമ്പും ഒക്കെ എത്രയോ പട്ടികജാതിക്കാർ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടുണ്ട്. ഇതിപ്പോൾ അത് പൊക്കി പിടിച്ചുകൊണ്ട് പിണറായി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരു നല്ല വകുപ്പ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തില്ല? അദ്ദേഹത്തെ യഥാർത്ഥ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കേണ്ട ആളല്ലേ, സ്പീക്കറായിരുന്ന ആളല്ലേ, നല്ല സ്പീക്കറായിരുന്നു അദ്ദേഹം. സ്പീക്കറായിരുന്നപ്പോൾ ഞാൻ അസംബ്ലിയിൽ നിന്നുള്ള ആളല്ലെങ്കിലും പുറത്തുനിന്ന് ഉള്ള അറിവ് നല്ല സ്പീക്കറായിരുന്നു രാധാകൃഷ്ണൻ. പക്ഷേ രാധാകൃഷ്ണനെ അടിച്ചമർത്തു എന്ന് പറഞ്ഞാൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഭാഗത്തിലെ ജനങ്ങളെ തലക്കടിച്ച് താക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഇരയാണ് ഞാനും. സാമൂഹ്യ നീതി എന്നൊക്കെ പറയുന്നത് ഇനിയും അകലെയാണോ? ഒരുപാട് അകലെയാണ്. കാരണം ഞാൻ വീണ്ടും പറയുന്നു, ഡോക്ടർ അംബേദ്കർ സംവരണം, മഹാത്മജി സംവരണത്തെ എതിർത്തത് മറ്റൊന്നുകൊണ്ടല്ല. മഹാത്മജിക്ക് ഈ 2 ജനവിഭാഗങ്ങളെയും രണ്ടായി കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. അദ്ദേഹം സ്നേഹനിധിയും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒന്നിച്ചാണ് എല്ലാവരെയും കാണുന്നത്. ഇപ്പോൾ നമ്മുടെ നേതാക്കന്മാർ കാണുന്നത് എല്ലാവരും പല പാത്രങ്ങളിലാണ്. അപ്പം ഇപ്പോൾ ഈ കേരളത്തിൽ ശ്രീ AK ആൻ്റണി മാത്രമാണ് സംവരണ സീറ്റ് അല്ലാത്ത ഒരു സീറ്റിൽ K കുഞ്ഞാമ്പുവിനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത്, കണ്ണൂരിൽ വിജയിപ്പിച്ചത്. ഇപ്പോൾ KR നാരായണൻ സാർ പോലും ഇന്ത്യൻ ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും ഒക്കെ ആകുന്നത് യഥാർത്ഥത്തിൽ കുറച്ചും കൂടി വലിയ സീറ്റ് ഇരുന്നുകൊണ്ടല്ലേ? അതെ, അതെ. പിന്നെ മാധ്യമങ്ങളുടെ പങ്കുണ്ട്. അല്ല, വിവിധ രാജ്യങ്ങളിലെ അംബാസഡറൊക്കെ ആയിരിക്കുകയോ വിവിധ രാജ്യങ്ങളിൽ അമേരിക്കൻ അംബാസഡർ ആയിരുന്നു, ചൈനീസ് അംബാസഡർ ആയിരുന്നു, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. വളരെ ശ്രദ്ധേയനായതുകൊണ്ടല്ലേ ലാസ്കിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻ്റ് ആയിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാത്സല്യത്തെ വിധേയനാളാണ്. അങ്ങനെ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് അന്നത്തെ ഒരു സംവരണ സീറ്റിലേക്കാണ് മത്സരിപ്പിച്ചത്. ഞാൻ സംവരണ സീറ്റിൻ്റെ മോശമാക്കി പറയല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഒതുക്ക് തന്നെയാണ്, ഒരു സംശയം വേണ്ട. അത് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിലവിലുള്ള നേതാക്കന്മാർക്ക് വിളമ്പി അവർക്ക് മതിയായിട്ട് വേണ്ടേ ബാക്കിയുള്ളവർക്ക് പുറത്ത് വിളമ്പാൻ. അകത്ത് ഫുള്ളായി കഴിയുമ്പോൾ പറയാം എന്നാൽ പിന്നെ കുറച്ച് പുറത്തുകൂടെ പോകും. ഇതാണ് കേരളത്തിലെ സ്ഥിതി. അതാണ്. അതുകൊണ്ട് ഇത്തവണ ഒരു ഇല കിട്ടുമോ? ഞാനൊരു പാർട്ടിക്കാരനായതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. എങ്കിലും പ്രതീക്ഷിക്കാമല്ലോ. പ്രതീക്ഷിക്കാം. എന്തുകൊണ്ട് യോഗ്യതയുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. ഞാൻ അയോഗ്യനല്ല. അതെ, അതാണ് എൻ്റെ യോഗ്യത. ഞാൻ അയോഗ്യനല്ല. കൂടുതൽ എങ്ങനെയായാലും രാഷ്ട്രീയത്തിൽ കുറച്ചും കൂടി ഉയരങ്ങളിലേക്ക് സ്ഥാനങ്ങൾ കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ചൊക്കെ പറയും, ഐക്യസത്യമൊക്കെ പറയുന്നു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ക്ഷേത്രങ്ങളല്ല തുറക്കേണ്ടത്, ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മനസ്സാണ്.
ആ മനസ്സ് തുറക്കാത്തതാണ് യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ 3, 4, 5 സ്റ്റേറ്റിൽ ഇലക്ഷൻ നടന്നില്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട മുഖ്യമന്ത്രിമാർ വരുന്നു, മന്ത്രിമാർ വരുന്നു, മുഖ്യമന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് തെലങ്കാനയിൽ പോലും വന്ന മന്ത്രിയൊക്കെ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് സത്യപ്രതിജ്ഞ നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയവർക്കാണ്. മുഖ്യമന്ത്രിയേക്കാൾ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് അവിടെയുള്ള ഈ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വന്ന മന്ത്രിക്കാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ മോശക്കാരല്ലല്ലോ. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും മോശക്കാരാക്കാനുള്ള ഒരു ത്വരയാണ് ഒളിഞ്ഞും തെളിഞ്ഞും നേതാക്കന്മാരുടെ ഭാഗത്ത് നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പോലും ഈ പിന്നെ ക്യാമറയുടെ മുമ്പിൽ കെട്ടിപ്പിടിക്കുന്നു എന്നുള്ളതല്ലാതെ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ കാര്യസ്ഥിതി മോശം. ഇതിന് മാറ്റം വരണം. മാറ്റം വന്നില്ലെങ്കിൽ ജനങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്. ഇപ്പോൾ പഴയ ഈ ദളിത് വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് അക്ഷരാഭ്യാസം ഇല്ലാത്തവരായിരുന്നു കൂടുതൽ. ഇപ്പം അങ്ങനല്ല. ഏറ്റവും ടോപ്പ് ഡിഗ്രിയുള്ള ചിന്തിക്കുന്നവരൊക്കെയാണ്. അവർക്ക് കോൺഗ്രസും BJP CPM ഒന്നും ഒരു പ്രശ്നമില്ല. പാർട്ടിക്ക് അതീതമായി ചിന്തിക്കുന്ന ഒരു തലമുറ, പുതിയ ജനറേഷൻ വന്നുകൊണ്ടിരിക്കുക. അത് നമ്മുടെ നേതാക്കന്മാർ മനസ്സിലാക്കിയാൽ നല്ലത്. ഇത്രയും നേരം നമ്മളുമായി സംസാരിച്ചതിന് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.